പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അതായത് സംസ്ഥാനത്തെ, അതായത് ഇന്ന് കേരളത്തിലെ മന്ത്രിമാരെ ക്ഷണിച്ചില്ല എന്ന് പറയുന്ന വിവാദം ഇങ്ങനെ BJP ചെയ്യുന്നത് ശരിയാണോ? ശുദ്ധ അസംബന്ധം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രി ശ്രീ MP രാജേഷും മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടിയും സംസ്ഥാന മന്ത്രിസഭയിലെ 3 പ്രധാനപ്പെട്ട മന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേരള സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം 3 മന്ത്രിമാരുണ്ട്. മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും ആ പൊതുപരിപാടിയിലുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം നടക്കുമ്പോൾ സ്ഥിരമായി വിവാദമുണ്ടാക്കുക, പങ്കെടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ് സ്ഥിരമായി സ്വീകരിക്കുന്നൊരു നിലപാടാണ്. പക്ഷെ ബ്രോഷറുകളിൽ പോലും പേരില്ലല്ലോ. പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാമിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രസിഡൻറ്റിൻ്റെ പ്രോഗ്രാം, പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം, ഇതിനെയൊക്കെ സംബന്ധിച്ച് സാധാരണ നിലക്കുണ്ടാകുന്ന സെക്യൂരിറ്റി വിഷയങ്ങളും അതുപോലെ തന്നെയുള്ള നടപടിക്രമങ്ങളുമൊക്കെ അറിയാത്തവരല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ മന്ത്രിമാരോ കേരളത്തിലെ സർക്കാരോ. ചിലപ്പോൾ അവസാന നിമിഷമായിരിക്കും അതിൽ കൺഫർമേഷൻ വരിക. അതിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിലും അതിൽ എൻ്റെ പ്രോഗ്രാമിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് വരുന്നത് അവസാന സമയം വരെ അതിനുള്ള സാധ്യതകളുണ്ട്. സംസ്ഥാന സർക്കാരിൽ നിന്ന് 3 മന്ത്രിമാർ നമ്മുടെ അറിവിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അവർക്ക് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് നേരത്തെ അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ചെയ്യാം. അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്ട് 10,500 കോടിയിലധികം രൂപ വരുന്ന 11,000 കോടിക്ക് അടുത്ത് വരുന്ന രൂപയുടെ വലിയ വികസന പദ്ധതികളാണ്. അത് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, BPCLുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, ഗ്രാമീണ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന നാഷണൽ ഹൈവേ, ഏറ്റവും പ്രധാനപ്പെട്ട കാസർഗോഡ് കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഹൈവേയുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ അവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയം ഉയർത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു വസ്തുതയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് സർ ഇങ്ങനെ ഒരു ക്ഷണം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു പരിപാടി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുന്നതാണല്ലോ, പ്ലാൻ ചെയ്തിട്ട് വരുന്നതാണല്ലോ, അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം അല്ല മോദി കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇത്തരത്തിൽ ഇപ്പോൾ PWD മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഇവരെയൊക്കെ ക്ഷണിക്കേണ്ടതല്ലേ? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ക്ഷണിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിന് എന്തും പറയാമല്ലോ. അതേപോലെ മുൻപ് ഒരു പരിപാടിയിൽ പോയപ്പോൾ ആധാർ കാർഡ്, ഒരു മന്ത്രിയുടെ ആധാർ കാർഡ് ചോദിച്ചിട്ട് കയറുക എന്നുള്ള ആരോപണമൊക്കെ വരികയാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ മുൻ കാലഘട്ടങ്ങളിൽ പാർലമെൻറ്റേറിയൻ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളല്ല നടപടികളെ സംബന്ധിച്ച്. ID കാർഡ് കാണിക്കുക എന്നുള്ളതും ID കാർഡ് കയ്യിൽ കരുതുക എന്നുള്ളതും പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ എല്ലാ സെക്യൂരിറ്റിയുടെ ഭാഗമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗം മാത്രമാണത്. ആര് ചെന്നാലും അത് കാണിക്കണം. കേന്ദ്രമന്ത്രിമാർക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ സ്വാഭാവികമായും സെക്യൂരിറ്റിയുടെ ഭാഗമായി അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ ID കാർഡാണല്ലോ. പ്രത്യേകമായി പോലീസ് വിതരണം ചെയ്യുന്ന ID കാർഡ് ഇല്ലാത്ത ഒരാൾക്കും അവിടെ കയറിയിരിക്കാൻ കഴിയില്ല, അവിടെ കയറാൻ കഴിയില്ല. ID കാർഡ് ചോദിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആധാർ കാർഡ് ചോദിച്ചു എന്നാണ്. ഐഡന്റിഫിക്കേഷന് എന്താണോ SPGയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമുണ്ടാകുന്ന ID കാർഡ്, അത് സ്വാഭാവികമായും സ്റ്റേജിലിരിക്കുന്നവർ കരുതണം. അത് കരുതണ്ട എന്ന് സ്വയം കരുതുന്നതാണ് കുഴപ്പം. കരുതുന്നതിൽ തെറ്റില്ല, അത് ശരിവയ്ക്കുന്നു. പക്ഷേ ഒരു മന്ത്രി ആയിരിക്കുക അവിടേക്ക് കയറുമ്പോൾ ഇത്തരത്തിൽ മന്ത്രിയാണെന്ന് അറിഞ്ഞിട്ടും ചോദിക്കുന്നത് അപമാനിക്കുന്നത് തുല്യമല്ലേ? SPG സെക്യൂരിറ്റിയിൽ അതാ ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അംഗമായിരുന്ന, അതുപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള, സംസ്ഥാന സർക്കാരിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം അറിയുന്ന, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം അറിയുന്ന, രാജ്യത്തിൻ്റെ SPG സുരക്ഷാ സംവിധാനം അറിയുന്ന ഏതൊരാളെ സംബന്ധിച്ചും സ്വാഭാവികമായും അറിയുന്നൊരു നടപടിയാണ് ID കാർഡ് ഇല്ലാതെ, തിരിച്ചറിയൽ കാർഡില്ലാതെ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിനകത്തേക്ക് കടക്കാൻ കഴിയില്ല. ഏതൊരാൾക്കും അങ്ങനെ തന്നെയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും SPGയുടെ ഭാഗത്തുനിന്ന് സാധാരണയിലേക്ക് ഉണ്ടാവില്ല. അതിൽ പ്രധാനമന്ത്രി BJPയുടേതാണോ, പ്രധാനമന്ത്രി മറ്റേതെങ്കിലും പാർട്ടിയുടേതാണോ എന്നുള്ളതല്ല. ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ സ്റ്റേജിലിരിക്കുന്നതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഏതാണ്? സംസ്ഥാന സർക്കാർ വ്യക്തമാക്കട്ടെ. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ സാധാരണ ആളുകൾക്ക് മുഴുവൻ കയറിയിരിക്കാം. അങ്ങനെ ഉണ്ടോ? ഈ വിവാദം ഉന്നയിക്കുന്ന മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ സ്റ്റേജിൽ എല്ലാവർക്കും കയറിയിരിക്കാൻ പറ്റുമോ? ഈ മന്ത്രി പങ്കെടുക്കുന്ന പ്രോട്ടോകോൾ ഉണ്ടല്ലോ. ഇതിപ്പോ പ്രോട്ടോകോൾ വേണ്ട എന്നുള്ളതല്ല പറയുന്നത്. അവര് പറയുന്നത് മന്ത്രിമാരായിരിക്കെ അവർക്ക് ഉണ്ടാകുന്ന ഒരു അപമാനമാണ്. അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ
സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നതോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദാഹരണത്തിന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ സ്റ്റേജിലിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വരെ നിഷ്കർഷയുണ്ടാകും. ഇത്ര എണ്ണത്തിൽ കൂടാൻ പാടില്ല. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന എറണാകുളം ജില്ലയിലെ കലൂർ സ്റ്റേഡിയത്തിൽ നടന്നൊരു ഉദ്ഘാടന ചടങ്ങ് എല്ലാവർക്കും അറിയാമല്ലോ. സ്റ്റേജിനകത്തേക്ക് ആളുകൾ ഇരച്ചു കയറി, ഒരു MLA താഴെ വീണ് എത്ര ദിവസം അവർക്ക് ആശുപത്രിയിൽ കഴിയേണ്ട സാഹചര്യമുണ്ടായി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രധാനമന്ത്രി പോലെ മുഖ്യമന്ത്രി പോലെ, ഞാനതിൽ കൂട്ടിച്ചേർക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി Z+ കാറ്റഗറി സെക്യൂരിറ്റിയിലുള്ള ആളുകളാണ്, സ്പെഷ്യൽ സെക്യൂരിറ്റിയിലുള്ള ആളുകളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ വേണ്ട ഈ സുരക്ഷയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞാൻ ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കെല്ലാം എബോവ് ആണ് എന്നൊരു മന്ത്രി ധരിച്ചാൽ അതൊക്കെ ഒന്നുകിൽ അദ്ദേഹത്തിന് ആ സിസ്റ്റത്തെ തെറ്റിക്കണം. ആ സിസ്റ്റത്തെ തെറ്റിച്ചുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായത്തിന് ആരെങ്കിലും ഉപദേശിക്കണം. അതായിരിക്കാം, അതറിയില്ല, നമുക്കറിയില്ലല്ലോ. സെക്യൂരിറ്റി സിസ്റ്റം തെറ്റിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഞാനത് ചേർത്ത് പറയാം കാരണം Z+ സെക്യൂരിറ്റി ഉള്ള ആളുകളാണ് ഇവരെല്ലാവരും, അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും SPGയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കേരളത്തിൽ നിന്ന് മന്ത്രിമാരെ ക്ഷണിച്ചിട്ടില്ല എന്നൊരു ആരോപണം അവർക്കില്ലല്ലോ. അവർ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരാളെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആയിരിക്കാം, അറിയില്ല. പക്ഷെ അങ്ങനെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. ക്ഷണിക്കുക, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ക്ഷണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ്, K. കൃഷ്ണൻകുട്ടി, മുഹമ്മദ് റിയാസിന്റെ കാര്യമല്ല പറയുന്നത്, പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാമിൽ ക്ഷണിച്ചു എന്ന് പറയുന്നത്. റിയാസിനെ ക്ഷണിച്ചിട്ടില്ല. അതറിയില്ലല്ലോ. സംസ്ഥാന ഗവൺമെൻറ് ആരുടെ പേരുകളാണ് കൊടുക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പേരുകളിൽ എല്ലാം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അതിൽ വേദിയിലിരിക്കുന്ന ആളുകളുടെ പരിമിതിയുണ്ടോ? ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഉദാഹരണത്തിന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി, ഒരു പഞ്ചായത്തിൽ നടക്കുമ്പോൾ പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാർ വേദിയിലിരുത്താറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിനെ മറികടന്നുകൊണ്ട് പോകാൻ ആർക്കും കഴിയില്ല. ഉദാഹരണത്തിന് കേരളത്തിലെ മന്ത്രിമാരെ ക്ഷണിച്ചിട്ടില്ല എന്നൊരു വാദം സംസ്ഥാന സർക്കാരിനുണ്ടോ? ക്ഷണിച്ചിട്ടില്ല എന്ന് പറയാൻ അങ്ങ് പറയുന്നത് അനുസരിച്ച് കഴിയില്ല. പക്ഷേ റിയാസിനെ ക്ഷണിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. കൂടാതെ ഇവിടെ ഈ ദേശീയ പാതയുടെ വികസനമൊക്കെ നടക്കുകയാണ്. അപ്പോൾ സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ഒരു ഭാഗം ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, MP രാജേഷിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും MP രാജേഷിന്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ റിയാസിന്റെ പേര് കൊടുക്കാതിരിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ക്ഷണിച്ചു എന്ന് പറയാൻ അങ്ങേക്കും കഴിയുന്നില്ലല്ലോ. അതങ്ങനെയല്ലല്ലോ. അത് നമ്മളല്ല വ്യക്തമാക്കേണ്ടത്, സംസ്ഥാന സർക്കാരാണ് അത് വ്യക്തമാക്കേണ്ടത്. നമുക്കറിയില്ല ആ സിസ്റ്റത്തെ സംബന്ധിച്ച്. സംസ്ഥാന ഗവൺമെൻറ് ആരുടെയൊക്കെ പേരുകൾ കൊടുത്തു എന്നോ, സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത പേരുകൾ ഏതെങ്കിലും അതിന് പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം മാത്രമല്ല നടക്കുന്നത്, റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. PWD എന്ന് ഇവർ പറയുന്ന നാഷണൽ ഹൈവേയുടെ വികസനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. BPCLുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടനം നടക്കുന്നുണ്ട്. മറ്റ് ഇപ്പോൾ ഗ്രാമ റോഡുകളുടെ ഏതാണ്ട് 23 ഗ്രാമീണ റോഡുകളുടെ പദ്ധതികൾ ഒരേ സമയത്ത് ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ അവിടെ സ്ക്രൂട്ടണി നടക്കുന്ന സമയത്ത് ഏതൊക്കെ വകുപ്പുകളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വകുപ്പുകളും അതിൽപ്പെട്ടു. കേരളത്തിലെ എല്ലാ വകുപ്പുകളും അതിൻ്റെ ഭാഗമാണ്. ഇത് കേരളത്തിൻ്റെ ഗവൺമെൻറ് നടത്തുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിലെ മന്ത്രിമാർ മാത്രം പങ്കെടുക്കേണ്ട ഒരു പരിപാടിയല്ല. അതവർ മനസ്സിലാക്കാത്തതാണ്. അവർ കാണുന്നത് നാഷണൽ ഹൈവേ ഉദ്ഘാടനം ചെയ്യുന്നു, ഞങ്ങളെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കതിൽ അങ്ങനെയല്ലല്ലോ. അതിൽ കേരള ഗവൺമെൻറ്റിന് ഒരു പങ്കുമില്ലാത്ത പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആളുകളുണ്ടാവും, സ്വാഭാവികമായും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ വേദിയിലുണ്ടാകും. ഉദാഹരണത്തിന് BPCLുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടന പരിപാടി, റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടന പരിപാടി. റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാനത്തിന് പണച്ചെലവൊന്നുമുള്ള കാര്യമല്ലല്ലോ. വകുപ്പുണ്ട്, അതിൽ മിനിമലായിട്ടുള്ള ഒരു റോള് മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ. നാഷണൽ ഹൈവേയുടെ വികസനത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ എന്താ പറയുന്നത്? ഞങ്ങൾ സ്ഥലമേറ്റെടുത്ത് കൊടുക്കാൻ പണം കൊടുക്കും. അവരന്വേഷിക്കട്ടെ, സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിക്കട്ടെ, മറ്റ് സംസ്ഥാനങ്ങൾ ഈ തരത്തിൽ റോഡ് വികസനത്തിന് വേണ്ടി സ്ഥലത്തിന് പണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോൾ നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം നടക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ നാഷണൽ ഹൈവേ പദ്ധതികളും ഏതാണ്ട് ഉദ്ഘാടന സ്റ്റേജിലേക്ക് കടക്കാൻ, പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കാൻ. കൊല്ലം ബൈപ്പാസിൻ്റെ കാര്യത്തിൽ, ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യത്തിൽ, കാസർഗോഡ് മുതൽ ഏതാണ്ട് തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലെ, പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഹൈവേയുടെ
പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിലെ ഹൈവേ എന്ന് പറയുന്നത് ഏതാണ്ട് 60,000 കോടിയിലധികം രൂപ മുടക്കിക്കൊണ്ട് നടക്കുന്നൊരു വികസന പദ്ധതിയാണ് നടക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ ഇപ്പോൾ എന്താ പറയുന്നത്? ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഞങ്ങൾ പണം കൊടുത്ത അവർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു നടപടി. സ്ഥലം ഏറ്റെടുക്കാതെ എങ്ങനെയാണ് ഹൈവേയുടെ വികസനം നടക്കുക? അത് നടക്കില്ലല്ലോ. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതല കൂടിയാണ്. അത് ഓരോ റോഡുകളുടെ പദ്ധതിക്കനുസരിച്ച് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടതുണ്ട്, സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടാത്തതുണ്ട്. അത് റെയിൽവേയുടെ കാര്യത്തിലുമുണ്ട്, നാഷണൽ ഹൈവേയുടെ കാര്യത്തിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പങ്കെന്താണോ അത് നടത്തണം. ഉദാഹരണത്തിന് ശബരി റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം. അതിനാണ് ഫണ്ട് കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് തന്നെയാണ്. അതിന് നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ മോദിജി വരുന്ന ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒരു സ്വരച്ചേർച്ചയില്ലായ്മയാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മയാണല്ലോ. അത് ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമുണ്ടോ? കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പദ്ധതിയോ ഒരു പരിപാടിയോ കേന്ദ്ര ഗവൺമെൻറ് ഒരു തരത്തിലും വിവേചനം കാണിക്കുന്ന സാഹചര്യം നാളിതുവരെ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിവാദമുണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു നടപടിയും ഇതുകൊണ്ടുണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഒരു ഉദ്ദേശവും ഇതിനകത്തില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ എന്നുള്ള നിലയ്ക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതികൾ, അതോടൊപ്പം തന്നെ പൊതുവായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മറ്റ് പദ്ധതികൾ, അതിൽ സംസ്ഥാന ഗവൺമെൻറ് പങ്കുള്ളതുമുണ്ട്. അപ്പോൾ അതിൽ കേരള സംസ്ഥാനത്തിൻ്റെ 3 മന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഞാൻ ഇതിൽ പങ്കെടുക്കില്ല. ഇന്നലെയാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിനോട് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ പേരവിടെ വരില്ലല്ലോ. സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അത് അദ്ദേഹത്തിനെ സംസ്ഥാനം അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണോ സംസ്ഥാന ഗവൺമെൻറ് പേര് കൊടുത്തത്? അദ്ദേഹമല്ലേ പറയേണ്ടത്. അപ്പോൾ പേര് കൊടുക്കുന്ന സമയത്ത് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് അറിയാമല്ലോ ഞാനതിൽ പങ്കെടുക്കേണ്ടതാണ്, ഇൻഫർമേഷൻ ഉണ്ടാകുമല്ലോ, ഇല്ലാതെ കൊടുക്കില്ലല്ലോ. അപ്പോൾ തിരിച്ച് അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടുന്നത് അത് പ്രോഗ്രാം കൺഫർമേഷൻ വരുമ്പോഴല്ലേ വരിക. അത് ഏത് VVIP പ്രോഗ്രാമിലും അങ്ങനെ തന്നെയാണ്. പ്രോഗ്രാമിൻ്റെ കൺഫർമേഷൻ വരുമ്പോൾ മാത്രമാണ്, പ്രോഗ്രാമിൻ്റെ ചാർട്ട് അടിച്ച് വരുമ്പോൾ മാത്രമാണ് ആ പ്രോഗ്രാമിൽ എന്താണ് ആരാണ് എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ ഉണ്ടാവുക. ഇവിടെ കൺഫർമേഷൻ്റെ പ്രശ്നമല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പ്രോഗ്രാം തീരുമാനിക്കുന്നതിന് മുൻപേ തന്നെ എന്നെ പ്രോഗ്രാം അറിയിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്ന ഡേറ്റ് നിശ്ചയിക്കുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കേണ്ട സമയം പറഞ്ഞില്ല എന്നുള്ളത്. അങ്ങനെയാണോ ഒരു പ്രധാനമന്ത്രി സംസ്ഥാനത്ത് വന്ന് ഏതാണ്ട് 11,000 കോടി രൂപയുടെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, മറ്റൊന്നുമല്ലല്ലോ, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ വികസനം വേണ്ട ചിന്തിക്കുന്നവരാണ് ഇവർ. കേരളത്തിൽ വികസനം വേണ്ട, കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വികസിക്കപ്പെടേണ്ട, കേരളത്തിൽ പൊതു സംവിധാനങ്ങൾ വികസിക്കപ്പെടേണ്ട, കേരളത്തിലെ ജനങ്ങൾക്ക് അതിൽ നിന്ന് പ്രയോജനം ഉണ്ടാകേണ്ടതില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന എത്രയോ പദ്ധതികൾ കേരളത്തിൽ വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. എന്താ വേണ്ടെന്ന് വെക്കാൻ കാരണം? രാഷ്ട്രീയമാണ്. അതല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. രാഷ്ട്രീയമാണ് ഈ സംസ്ഥാന സർക്കാരിനെ ഈ തരത്തിൽ വികസന പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. ഉദാഹരണത്തിന് വയനാട്ടിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പദ്ധതികൾ ഇന്നും അംഗീകരിക്കാൻ തയ്യാറല്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് ഒറ്റ പൈസ തന്നില്ല എന്നുള്ള പച്ചക്കള്ളമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേയുടെ വികസനം ജനങ്ങൾ കാണുകയാണ്. നാഷണൽ ഹൈവേയുടെ വികസനം അത് ഇല്ല എന്ന് പറയാൻ എത്ര ധൈര്യം വേണം? നാഷണൽ ഹൈവേ ഇവിടെ വികസിക്കുന്നില്ല. റെയിൽവേയുടെ വികസനം, റെയിൽവേ പുതിയ ട്രെയിനുകൾ വരുന്നു, പുതിയ ട്രെയിനുകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല നടപ്പാക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം നടക്കുന്നു. അതോടൊപ്പം തന്നെ റെയിൽവേ ട്രാക്കുകളുടെ വികസനം നടക്കുന്നു, ഇലക്ട്രിഫിക്കേഷൻ്റെ വികസനം നടക്കുന്നു. ഇതെല്ലാം നേരിട്ട് ജനങ്ങൾ കാണുകയും അനുഭവിക്കുകയും ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് ഇതൊന്നും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്നൊരു കാര്യമാണോ ഇത്? പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് തറക്കല്ലിടുന്ന പദ്ധതി മാത്രമല്ല, പൂർത്തിയായ പദ്ധതികളാണ്, പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ഈ തരത്തിലുള്ള 3ാം തരം രാഷ്ട്രീയം, അതായത് പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ കേരളത്തിന് ഈ തരത്തിൽ BJP കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ ഇകഴ്ത്തി കാണിക്കുക, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതികൾ അതിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, അതിനെ ഇകഴ്ത്തി കാണിക്കുക. കേരളം അത് അനുഭവിക്കേണ്ടതില്ല, കേരളത്തിലെ ജനങ്ങൾക്കിത് അനുഭവിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയാൻ LDF ഗവൺമെൻറ് അല്ലാതെ വേറെ ആരാ അതിന് തയ്യാറാവുക?
ഏതൊരു സംസ്ഥാന ഗവൺമെൻറ്റും തൻ്റെ സംസ്ഥാനത്തേക്ക് വികസനം വരണമെന്നല്ല ഏത് ഗവൺമെൻറ്റും വിചാരിക്കുക, ഏത് മന്ത്രിസഭയും വിചാരിക്കുക. ഇത് വേണ്ട എന്ന് പറയുന്നവരാരാ ഉള്ളത്? ഈ ഗവൺമെൻറ് മാത്രമാണ്, LDF ഗവൺമെൻറ് മാത്രമാണ്. അവർ മാത്രമാണ് കേന്ദ്ര വികസന പദ്ധതികൾ ഇങ്ങോട്ട് വരേണ്ട, കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികൾ ഇവിടെ നടപ്പാക്കേണ്ടത്. ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കേണ്ട എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്, PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് ജൻധൻ അക്കൗണ്ടുകൾ കേരളത്തിൽ തുടങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ച യൂണിയനുകളാണ് ഇടതുപക്ഷ യൂണിയനുകൾ, ബാങ്കുകളിൽ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കേണ്ട ഒരു പദ്ധതിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണെങ്കിൽ ഇവിടെ വേണ്ട എന്ന് പറയുന്ന ധാർഷ്ട്യവും ഒപ്പം തന്നെ വികസന വിരോധവും കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ജനങ്ങളെ നിഷേധിക്കലാണ്, ജനങ്ങളുടെ അവകാശത്തെ നിഷേധിക്കലാണ്, വികസനത്തെ നിഷേധിക്കലാണ്. ഈ ഗവൺമെൻറ് ഇതിന് പാഠം പഠിക്കാൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലാണ്. ഈ വികസനത്തെ നിഷേധിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വികസനം കേന്ദ്രത്തിൽ നിന്ന് വരേണ്ടതില്ല എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് പണമുണ്ടോ ചിലവാക്കാൻ? DPR തയ്യാറാക്കാൻ, ഒരു പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ പണം കയ്യിലില്ലാത്തവരാണ്. DPR തയ്യാറാക്കാൻ എത്ര വേണം? 2 കോടി വേണം, അല്ലെങ്കിൽ 3 കോടി വേണം. അതിന് പണം മാറ്റി വെക്കാത്തവരാണ്, നടപടിക്രമങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെക്കാത്തവരാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇതിൽ കാണിക്കുന്നത് തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള, അബദ്ധജടിലമായിട്ടുള്ള, വികസന വിരോധത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ്. അതിനൊരു സംശയവുമില്ല.